ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഹിന്ദു ക്ഷേത്രമെന്ന ഖ്യാതിയോടെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നിട്ടുള്ളത്. 1800 കോടിയിലധികം ചെലവാക്കിയാണ് അത്യാധുനിക രീതിയിലുള്ള ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനയായി ലഭിച്ചത് 2500 കോടിയിലേറെ രൂപയാണ്. 2.7 ഏക്കറിലായാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിൽ നിന്ന് പിങ്ക് നിറത്തിലുള്ള കല്ലുകൾ, തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി ഗ്രാനൈറ്റും എത്തിച്ചു. ക്ഷേത്ര ഗോപുരത്തിന് 161 അടിയാണ് ഉയരം. 3 നിലകളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. തേക്കിൽ തീർത്ത 44 വാതിലുകളുമുണ്ട്. കേരളം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് തേക്കിൻ തടി എത്തിച്ചത്. പ്രധാന ക്ഷേത്രത്തിനൊപ്പം 7 ഉപക്ഷേത്രങ്ങളുമുണ്ട്. ദ്രാവിഡ ശൈലിയിൽ 14 അടി വീതിയിൽ ചുറ്റുമതിൽ പണിതിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കോൺക്രീറ്റോ ഇരുമ്പോ ഉപയോഗിച്ചില്ലെന്നുള്ളതും പ്രത്യേകതയാണ്. കോടികൾ മുടക്കി അത്യാധുനിക രീതിയിൽ 70 ഏക്കറിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം മഹാപ്രളയങ്ങളെയും ഭൂകമ്പങ്ങളെയും പോലും അതിജീവിക്കുമെന്നും 1000 വർഷം പിന്നിട്ടാലും തകരാത്ത നിർമ്മാണമാണെന്നുമാണ് അവകാശവാദം. സർക്കാരിന്റെ പണം എടുക്കാതെ വിശ്വാസികളിൽ നിന്നാണ് പണം സ്വരൂപിച്ചത്. വിശ്വാസികളിൽ നിന്ന് ട്രസ്റ്റിന് ലഭിച്ചത് 2500 കോടിയിലേറെ രൂപയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ചെലവായി ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് 1800 കോടി രൂപയാണ്. 235 അടി വീതിയും 360 അടി നീളവും 161 അടി ഉയരവും 54,700 ചതുരശ്ര അടി വിസ്തീർണവുമാണ് ക്ഷേത്രത്തിന്. 2.7 ഏക്കറിലാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രദക്ഷിണ വഴി കൂടി ചേർക്കുമ്പോൾ ഇത് 9 ഏക്കറോളം വരും. മ്യൂസിയവും മറ്റു നിർമ്മിതികളും കൂടി ചേരുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം 70 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ രീതിയായ നഗർ ശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ഇതിനൊപ്പം രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മികവും കൂടി ചേരുന്നു. രാജസ്ഥാനിലെ ഭരത്പൂരിലെ പിങ്ക് നിറമുള്ള കല്ലുകളും തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിലെ ഗ്രാനൈറ്റും കേരളത്തിലെ തേക്കും അടക്കം ഉപയോഗിച്ചാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഏകദേശം 4.7 ലക്ഷം അടി സാൻഡ്സ്റ്റോൺ ഇതിനായി ഉപയോഗിച്ചു. ക്ഷേത്ര ഗോപുരത്തിന് 161 അടി ഉയരം. ഗ്രൗണ്ട്, 1-ാം നില, 2-ാം നില എന്നീ 3 തലങ്ങളിലാണ് ക്ഷേത്രം. ഓരോ നിലയ്ക്കും 20 അടി ഉയരമുണ്ടാകും. താഴത്തെ നിലയിൽ 166 തൂണുകൾ, 1-ാം നിലയിൽ 144 തൂണുകൾ, 2-ാം നിലയിൽ 82 തൂണുകളും ഉണ്ടാകും. ശ്രീകോവിലിന്റെ വാതിൽ തീർത്തിരിക്കുന്നത് തേക്കിലാണ്. പിന്നീട് ഇതിൽ സ്വർണം പൂശി മനോഹരമാക്കി. 44 വാതിലുകളുണ്ട്. താഴത്തെ നിലയിൽ 18 വാതിലുകൾ. ഇതിനാവശ്യമായി തേക്കെത്തിച്ചത് മഹാരാഷ്ട്രയിലെ ആലപ്പള്ളി വനത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ്. താഴെ നിലയിലാണ് രാംലല്ല. ശ്രീകോവിലിൽ രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത നിറമുള്ള മക്രാന മാർബിളാണ് പാകിയിരിക്കുന്നത്. പ്രധാന ക്ഷേത്രത്തിനൊപ്പം 7 ഉപക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്.